പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റമാണ് പഠിച്ചത്. അതിൻ്റെ പ്രൂഫ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ട് തരത്തിലുള്ള പ്രൂഫാണ് പഠിച്ചത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നും അതേപോലെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനിൽ നിന്നും അതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് റീകോയിൽ ഓഫ് എ ഗൺ ആണ്. Recoil of a gun, that is, whenever a bullet is fired from a gun, the gun is moving backwards. നിങ്ങൾ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ബുള്ളറ്റ് ഒരു ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഗണ്ണ് പുറകോട്ട് തെറിക്കുന്നതായിട്ട്. അത് വലിയ പീരങ്കികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചലനം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കുഴൽ പുറകോട്ട് തെറിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ഗൺ വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ് ഈസ് കോൾഡ് റീകോയിൽ. ഇങ്ങനെ പുറകോട്ട് തെറിക്കുന്നതിനെയാണ് റീകോയിൽ എന്ന് പറയുക. ആൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് the gun is moving backwards is called recoil velocity. ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുക. ഗണ്ണ് പുറകോട്ട് തെറിക്കുന്ന വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്, എത്രയാണ് റീകോയിൽ വെലോസിറ്റി എന്നുള്ളത്. ദാറ്റ് ഈസ് ബൈ യൂസിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എങ്ങനെയാണ് ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലിക്കബിൾ ആവുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ്? ഫയറിംഗ് നടത്തുന്നതിന് മുമ്പ് ഗണ്ണും മൂവ് ചെയ്യുന്നില്ല, ബുള്ളറ്റും മൂവ് ചെയ്യുന്നില്ല. സോ ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ലെറ്റ് സ്മോൾ എം ബി ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് സ്മോൾ വി ബി ഇറ്റ്സ് വെലോസിറ്റി. ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും ബുള്ളറ്റിൻ്റെ മാസുമാണിത്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റിക്ക് മസിൽ വെലോസിറ്റി എം എന്നും പറയും. ഓക്കെ, ലെറ്റ് ക്യാപിറ്റൽ എം ബി ദ മാസ് ഓഫ് ദ ഗൺ and capital V be the velocity of the gun, that is a recoil velocity. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ഗണ്ണിൻ്റെതും സ്മോൾ ലെറ്റർ ഒക്കെ ബുള്ളറ്റിനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ മനസ്സിലാക്കി. വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ്? ബുള്ളറ്റിനും മൊമെൻറ്റം ഉണ്ട്, ഗണ്ണിനും മൊമെൻറ്റം ഉണ്ട്. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റിയാണ് വരേണ്ടത്. സോ ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം പ്ലസ് ഗണ്ണിൻ്റെ മാസ് ഇൻറ്റു ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് ഗണ്ണിൻ്റെ മൊമെൻറ്റം. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്ന്. അതേപോലെ തന്നെയാണ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് 0, ആഫ്റ്റർ ഫയറിംഗ് ഈസ് എം വി പ്ലസ് എം വി. സോ ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് മൈനസ് എം വി ഇസ് ഈക്വൽ ടു സ്മോൾ എം വി or V is equal to minus of mv by m. So this is the equation for recoil velocity of a gun. Recoil velocity V is equal to minus of mv by m. മൈനസ് സൈൻ കാണിക്കുന്നത് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ബുള്ളറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗണ്ണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഈ മൈനസ് സൈൻ കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. And the second application of law of conservation of momentum is rocket propulsion. Rocket propulsion. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറയുകയും ചെയ്തു. ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ ഉദാഹരണമായിട്ട് റോക്കറ്റ് പ്രൊപ്പൽഷൻ പറയാം. പക്ഷേ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പം റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് പ്രിൻസിപ്പിളും നമുക്ക് ഒരുപോലെ പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ ആസ് വെൽ ആസ് ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എങ്ങനെയാണ് ഇവിടെ മൊമെൻറ്റം കൺസർവേഷൻ നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത്? നോക്കൂ, റോക്കറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ബിഫോർ ലോഞ്ചിങ് ദ ടോട്ടൽ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ ഒന്നിനും മൊമെൻറ്റം ഇല്ല. റോക്കറ്റിന് മൊമെൻറ്റം ഇല്ല, ഗ്യാസിന് മൊമെൻറ്റം ഇല്ല, ഒന്നിനുമില്ല. ആഫ്റ്റർ ഫയറിംഗ് ദ ഫ്യൂവൽ ഇൻസൈഡ് ദ റോക്കറ്റ് ഗെറ്റ്സ് ബേൺഡ്. അതിൻ്റെ കമ്പഷൻ ചേംബറിനകത്ത് ഫ്യൂവൽ ചേംബറിനകത്ത് ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ അത് ബേൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ നോസിലുകളിൽ കൂടി അതിൻ്റെ ഗ്യാസ് ബേൺ ചെയ്ത ഗ്യാസ് പുറത്തേക്ക് വരികയാണ്. അതായത് ഗ്യാസിന് പുറകോട്ട് മൊമെൻറ്റം ഉണ്ട്. ബിഫോർ ഫയറിംഗ് ദർ വാസ് നോ മൊമെൻറ്റം ഓർ ബിഫോർ ലോഞ്ചിങ് നോ മൊമെൻറ്റം. ഇപ്പോൾ ഫയറിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസിന് താഴോട്ട് മൊമെൻറ്റം ഉണ്ട്. സോ ടു കൺസേർവ് മൊമെൻറ്റം കൺസേർവ്ഡ് ആവണമെങ്കിൽ എന്താണ്? താഴോട്ടുള്ള മൊമെൻറ്റത്തിന് തുല്യമായ മൊമെൻറ്റം മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ മൊമെൻറ്റം ക്യാൻസൽഡ് ആവുള്ളൂ.
അല്ലേ? താഴോട്ടുള്ള മൊമെൻറ്റം മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ താഴോട്ടുള്ള മൊമെൻറ്റം ഗ്യാസ് എത്ര മൊമെൻറ്റം കൊടുക്കുന്നുണ്ടോ അതേ മൊമെൻറ്റം റോക്കറ്റിൻ്റെ മുകളിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുകയും ടോട്ടൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0 ആവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൊമെൻറ്റം കൺസേർവ്ഡ് ആവുന്നത്. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ launching is equal to 0 and total momentum after launching also becomes equal to 0. So there is an upward momentum in the direction which is in the upward direction which is propelling the rocket in the upward direction. ഓക്കെ, റോക്കറ്റിൻ്റേത് ഒരു വേരിയബിൾ മാസ് സിറ്റുവേഷൻ ആണ്. നമുക്കിതുപോലെ എം വി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം റോക്കറ്റിൻ്റെ മാസ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. താഴെ നിന്ന് റോക്കറ്റ് പുറപ്പെടുമ്പോഴുള്ള മാസല്ല, കുറച്ച് ഉയരത്തിലേക്ക് എത്തുന്തോറും അതിൻ്റെ മാസ് കുറഞ്ഞു വരികയാണ്. കാരണം അതിനകത്തുള്ള ഇന്ധനം കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം വരെയുള്ള ഇന്ധനം കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു സ്റ്റേജ് ഉപേക്ഷിക്കുന്നതായിട്ട്. അപ്പോൾ മാസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമുക്കിങ്ങനെ കൃത്യമായിട്ടുള്ള മാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മനസ്സിലാക്കാനുള്ളത്. ദാറ്റ് ഈസ് കൺകറൻറ്റ് ഫോഴ്സസ്. കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒന്നിലധികം ഫോഴ്സുകളെയാണ് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയാം. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ് ദേ ആർ കോൾഡ് കൺകറൻറ്റ് ഫോഴ്സ്. സോ ദീസ് ടു ഫോഴ്സസ് F1 and F2 they are concurrent forces. അതേപോലെ തിരിച്ചും നമുക്ക് മാർക്ക് ചെയ്യാം. F1 F2 these are also concurrent forces. Okay, and if there are three forces F1 F2 F3 ഇതൊക്കെ കൺകറൻറ്റ് ഫോഴ്സാണ്. ഒന്നിലധികം ഫോഴ്സുകൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുക. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ കൺകറൻറ്റ് ഫോഴ്സ്? ഈ രണ്ട് ഫോഴ്സുകൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ, അതായത് ഈ മിഡ് പോയിന്റ് നീങ്ങാതിരിക്കണമെങ്കിൽ, നമ്മുടെ ഒരു ടഗ് ഓഫ് വാർ കമ്പവലി പോലെയാണ് ആവണമെങ്കിൽ, നീങ്ങാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? F1 ഷുഡ് ബി ഈക്വൽ ടു F2. വെറുതെ ഈക്വൽ ആയാൽ പോരാ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. F1 ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് F2. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, F1 ഈ മൈനസ് F2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് ടു കൺകറൻറ്റ് ഫോഴ്സസ്. ആൻഡ് ഇഫ് ദർ ആർ ത്രീ കൺകറൻറ്റ് ഫോഴ്സസ് ലൈക്ക് ഇൻ ദിസ് കേസ്, 3 കൺകറൻറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾ എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ വെക്ടർ ഓൾജിബ്ര പഠിക്കും. അപ്പോൾ 2 വെക്ടറുകളെ അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ വേണ്ടി അവയുടെ ഡയഗണൽ എടുത്താൽ മതി എന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ ഡയഗണൽ അത് പാരലലോഗ്രാമായിട്ട് വരയ്ക്കും. എന്നിട്ട് ആ പാരലോഗ്രാമിൻ്റെ ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരിക. സോ ആർ, ഇപ്പം ഇത് O എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ OD ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് F1 ആൻഡ് F2. അപ്പോൾ പിന്നെ നമ്മൾ F1 F2 F3 എന്ന് പറയേണ്ട കാര്യമില്ല, ആറും F3 മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. സോ ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദീസ് 3 കൺകറൻറ്റ് ഫോഴ്സസ് ഈസ് R ഇസ് ഈക്വൽ ടു F3. ഈക്വൽ മാത്രമല്ല ഓപ്പോസിറ്റുമാണ്. R എന്താണെന്നാണ് പറഞ്ഞത്? F1ൻ്റെയും F2ൻ്റെയും റിസൾട്ടൻ്റ്. സോ വി ക്യാൻ സേ R ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2. അപ്പോൾ ഒന്നിച്ച് ചേർത്താലോ? F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു മൈനസ് F3. ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ F1 പ്ലസ് F2 പ്ലസ് F3 ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് 3 കൺകറൻറ്റ് ഫോഴ്സസ്. അപ്പോൾ 2 എണ്ണമായപ്പോൾ F1 പ്ലസ് F2, 3 എണ്ണമായപ്പോൾ F1 പ്ലസ് F2 പ്ലസ് F3. സോ ഇഫ് ദർ ആർ n കൺകറൻറ്റ് ഫോഴ്സസ്, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം? F1 പ്ലസ് F2 plus etc. up to Fn is equal to 0. That is the condition for equilibrium of n concurrent forces. Okay. ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനൊക്കെയുള്ള കാര്യമാണ്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. റിസൾട്ടൻ്റ് 3 കൺകറൻറ്റ് ഫോഴ്സസ് ഇൻ ഇക്വിലിബ്രിയം എന്നുള്ളത് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത് എപ്പോഴും 2 വസ്തുക്കൾ പരസ്പരം സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോഴാണ്. ആ സ്പർശിക്കുന്ന സർഫസുകളുടെ ഇടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്.
Okay, frictional force is arising when two bodies are moving in contact with each other and it is arising at the surface of contact in between the bodies. നിങ്ങൾക്കറിയാം രണ്ട് വസ്തുക്കൾ കൂട്ടി ഉരസുമ്പോൾ കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ അതിനിടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ചലനത്തിനെ സഹായിക്കുകയാണോ ചലനത്തിനെ തടസ്സപ്പെടുത്തുകയാണോ എന്ന്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഒപ്പോസിങ് ദ മോഷൻ അല്ലേ, ചലനത്തിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് അറ്റ് ദ സർഫസ് ഓഫ് കോണ്ടാക്ട് വെൻ ടു ബോഡീസ് ആർ മൂവിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ദ ഫോഴ്സ് ഈസ് ഒപ്പോസിങ് ദ മോഷൻ. പക്ഷേ ചലിക്കാത്തപ്പോൾ പോലും വസ്തുക്കളുടെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിശ്ചലമായിട്ട് വെച്ചിരുന്നാൽ പോലും ആ സർഫസും ആ വസ്തുവും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് അവിടെ കിടക്കുന്നത്. വളരെ വളരെ മിനുസമായിട്ടുള്ള ഒരു വസ്തുവും വളരെ മിനുസമായിട്ടുള്ള സർഫസുമാണെങ്കിൽ അതിന് തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുമ്പേ എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് രണ്ട് വസ്തുക്കളുടെ ഇടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് അറൈസിങ് ഡ്യൂ ടു ദ അഡ്ഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസസ് വിച്ച് ആർ ഇൻ കോണ്ടാക്ട്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? വ്യത്യസ്ത വസ്തുക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുക. അഡ്ഹസീവ് എന്ന് നമ്മൾ പശയ്ക്ക് പറയും അല്ലേ. അഡ്ഹസീവ് വ്യത്യസ്ത വസ്തുക്കളെ കൂട്ടി യോജിപ്പിക്കുന്നതാണ് അഡ്ഹസീവ്. അപ്പം അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബോഡീസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് അറൈസിങ് ഡ്യൂ ടു ദ ഇറഗുലാരിറ്റീസ് ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. നമ്മൾ വളരെ മിനുസമാണ് എന്ന് കരുതുന്ന പല സർഫസുകളും അത്രയൊന്നും മിനുസമല്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ആ സർഫസുകളിലൊക്കെ വളരെ കുണ്ടും കുഴിയുമായിട്ടുള്ള പ്രതലങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് രണ്ട് കൂട്ടി ഉരസുന്ന രണ്ട് സർഫസിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ ഇതിൻ്റെ പൊങ്ങിയും താണുമുള്ള ഭാഗങ്ങൾ പരസ്പരം ഇൻ്റർലോക്ക് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നീങ്ങാൻ ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം രണ്ട് മണൽ കടലാസുകൾ, സാൻഡ് പേപ്പറുകൾ, രണ്ട് ഷീറ്റ് എടുത്ത് നമ്മൾ പരസ്പരം പ്രസ് ചെയ്ത് വെച്ചാൽ ഒന്നിൻ്റെ മണലുള്ള ഭാഗത്തേക്ക് മറ്റേതിൻ്റെ മണലില്ലാത്ത ഭാഗം കയറി അത് ലോക്കായി മാറി പിന്നീട് നമുക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുപോലെയാണ് രണ്ട് വസ്തുക്കൾ കൂട്ടി ഉരസുമ്പോൾ സംഭവിക്കുന്നത്. അവയുടെ ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ നിരപ്പില്ലായ്മകൾ അല്ലെങ്കിൽ റെഗുലർ അല്ലാതെ വരുന്ന സർഫസ് തമ്മിലുള്ള ഇൻ്റർലോക്കിങ്ങും കൂടിയാണ്. ആ ഇൻ്റർലോക്കിങ്ങിനാണ് നേരത്തെ ഞാൻ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. അഡ്ഹസീവ് ഫോഴ്സ് കാരണമാണ് ഈ പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് അറൈസിങ് വെൻ ടു ബോഡീസ് ആർ ഇൻ സ്റ്റേഷനറി കേസ്. സ്റ്റേഷനറി ആയിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. And the frictional force when two bodies are in motion, that is known as kinetic friction. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഉള്ളപ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. ദാറ്റ് ഈസ് വൺ ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾക്കറിയാം നിരങ്ങൽ ഘർഷണം, ഉരുളൽ ഘർഷണം എന്നാണ് പറയുക. ഒരു വസ്തുവിനെ ഒരു സർഫസിൽ കൂടെ വലിച്ച് നിരക്കി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തുവിനെ ചക്രങ്ങൾ വെച്ച് ഉരുട്ടി കൊണ്ടുപോകുമ്പോഴുള്ള ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ആൻഡ് യു നോ ദാറ്റ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലേ. എപ്പോഴും ഉരുട്ടാനാണ് എളുപ്പം, നിരക്കി വലിക്കുന്നതിനേക്കാൾ എളുപ്പം ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ട് ഉരുട്ടാനാണ്. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഈ മൂന്ന് ഘടകങ്ങളിൽ അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ രണ്ട് പാർട്ടായിട്ടുള്ള സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷനിൽ ഏറ്റവും കൂടുതലുണ്ടാവുക സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഫ്രിക്ഷൻ ഏറ്റവും കൂടുതലുണ്ടായിരിക്കുക. റോളിംഗ് ഫ്രിക്ഷനാണ് ഏറ്റവും കുറവായിരിക്കുക. ഓക്കെ. നിശ്ചലാവസ്ഥയിൽ തന്നെ വസ്തു ചലിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഏറ്റവും അധികം ഫ്രിക്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ നമുക്കൊരു വസ്തുവിനെ നീക്കണമെങ്കിൽ, തള്ളി നീക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. ഒരു ചെറിയ ഫോഴ്സ്, ഒരു മേശയാണെന്ന് വിചാരിക്കുക, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നു, നമ്മളൊരു വിരൽ കൊണ്ട് തള്ളുന്നു, അത് നീങ്ങില്ല. കുറച്ചും കൂടി ഒരു കൈപ്പത്തി കൊണ്ട് തള്ളുന്നു, അത് നീങ്ങുന്നില്ല. രണ്ട് കൈയും ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫോഴ്സ് പ്രയോഗിച്ചുകൊണ്ട് അതിനെ തള്ളുന്നു, അപ്പോൾ അത് നീങ്ങാൻ തുടങ്ങുന്നു അല്ലേ. നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് പ്രയോഗിക്കുന്നതിനനുസരിച്ചിട്ട് വസ്തു തരുന്ന ഫ്രിക്ഷണൽ
ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി വരുന്നു. നമ്മൾ കൊടുത്ത ചെറിയ ഫോഴ്സിന് പകരമായിട്ട് വസ്തു തന്ന ഓപ്പോസിങ് ഫോഴ്സും ചെറുതായിരുന്നു. നമ്മൾ ഫോഴ്സ് കൂട്ടിയപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി. അങ്ങനെ നമ്മൾ ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്ന് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വസ്തുവിന് നീങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാതാവുകയും വസ്തു ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. സോ ആസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസസ്, the frictional force also increases, reaches a maximum value, and after that the body starts moving. അങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചലിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ഈ മാക്സിമം ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുക. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ചലിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നമുക്കറിയാം, ഒരു വസ്തുവിനെ ഒന്ന് നിരക്കി നീക്കാൻ ഏറ്റവും ഫോഴ്സ് പ്രയോഗിക്കേണ്ടി വരിക ഒന്ന് അനങ്ങി കിട്ടാനാണ്. അനങ്ങി കിട്ടിയാൽ പിന്നെ നമുക്കതൊന്ന് നീക്കിക്കൊണ്ടുപോകാൻ അത്ര ബുദ്ധിമുട്ടില്ല. സോ ദ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ജസ്റ്റ് ബിഫോർ ദ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്ലൈഡിംഗ് ഓർ റോളിംഗ് മേ ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് ഇവിടെയും, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരികയും ചെയ്യുന്നു. വൈ ആക്സിസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതുന്നു. നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ നേച്ചർ ഇങ്ങനെയാണ് വരിക. അത് മാക്സിമം വാല്യൂവിലെത്തുന്നു. അതിനുശേഷം പിന്നെ അത് ചലിക്കാൻ തുടങ്ങുന്നു. ചലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് ഇങ്ങനെ നീങ്ങുകയാണ് ചെയ്യുക. ഈ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ദിസ് ഈസ് ദ പോയിന്റ് കറസ്പോണ്ടിങ് ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആൻഡ് ദിസ് റീജിയൻ, അത് കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ട് ഈ മൂവ് ചെയ്യുന്ന ഈ റീജിയനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. മൂവ് ചെയ്യുന്ന റീജിയൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ റീജിയൻ, അപ്പോൾ നമുക്കതിന് OA എന്ന് പേരിട്ടാൽ, OA ഈസ് ദ റീജിയൻ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റേഷനറി ആയിരുന്നു, അതിൻ്റെ മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞ് ലേശം കുറഞ്ഞിട്ട് കൈനറ്റിക് ഫ്രിക്ഷനായിട്ട് മാറുന്നു. കൈനറ്റിക് ഫ്രിക്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് സർഫസ്. നമ്മൾ ഏത് തരം സർഫസ് കൂടിയാണ് നീക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പരിപരുത്ത സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. മിനുസമുള്ള സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. എന്തായാലും ആ സർഫസിനും ആ പ്രതലങ്ങൾക്കനുസരിച്ചിട്ട് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, വിച്ച് വിൽ ബി ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, വിച്ച് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ദിസ് ഈസ് അബൌട്ട് ദ ഫ്രിക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. അത് നമ്മൾ പറഞ്ഞു. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നും പറഞ്ഞു. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ? നിങ്ങൾക്കറിയാം, പലതരം ഫ്രിക്ഷൻ കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതേപോലെ ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്, അല്ലേ? ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ്, ഒന്നാമതായിട്ട് നമുക്ക് വസ്തുക്കളെ മുറുക്കെ പിടിക്കാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ തെന്നിപ്പോവും. ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ വെസലൊക്കെ സോപ്പിട്ടൊക്കെ കഴുകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. വസ്തുക്കളെ മുറുക്കെ പിടിക്കാൻ പറ്റുന്നു, നമുക്ക് നടക്കാൻ പറ്റുന്നു. മിനുസമുള്ള വളരെ എണ്ണയോ സോപ്പോ ഒക്കെയുള്ള സർഫസിൽ, ഫ്രിക്ഷൻ കുറഞ്ഞ സർഫസിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നടക്കാനും ഓടാനും ഒക്കെ സാധിക്കുന്നു. തീപ്പെട്ടി ഉരച്ച് കത്തിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് ഫർണിച്ചറുകളൊക്കെ അതിൻ്റെ പൊസിഷനിൽ തന്നെ കിടക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. എർത്ത് ഈസ് സേവ്ഡ് ഫ്രം മീറ്റിയേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ഭൂമിയിലേക്ക് ഉൽക്കാപതനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഔട്ടർ സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഉൽക്കകൾ, പാറക്കഷ്ണങ്ങൾ വന്ന് വീഴുന്നുണ്ട്. അപ്പം അറ്റ്മോസ്ഫിയറിക് എയറിൽ കൂടെ കടന്നു വരുമ്പോഴുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം അത് കത്തിച്ചാമ്പലായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങൾ മാത്രമാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അത് മുഴുവനോടെ വന്നിരുന്നെങ്കിൽ ഭൂമിയെ തന്നെ തകർത്ത് കളയാൻ പറ്റുന്ന വലിയ പാറക്കഷ്ണങ്ങളാണ് വരുന്നത്. അപ്പോൾ എർത്ത് ഈസ് സേവ്ഡ് ഫ്രം മീറ്റിയേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. അതുപോലെ പാരച്യൂട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയറാണ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ഇനി അതേപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഫ്രിക്ഷന്. ഒന്നാമത്തെ കാര്യം, ഇറ്റ് കോസസ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം ഉണ്ടാകുന്നു. യന്ത്രഭാഗങ്ങൾക്ക് ഒക്കെ, അതിൻ്റെ ടയറുകൾക്ക് ഒക്കെ തേയ്മാനം ഉണ്ടാകുന്നു ഫ്രിക്ഷൻ കാരണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇറ്റ് കോസസ് ലോസ് ഓഫ് എനർജി. എനർജി നഷ്ടമാവുന്നു. നമുക്ക് കൈത്തലം കൂട്ടി ഉരസിയാൽ തന്നെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നതായിട്ട് അറിയാം. അപ്പം അനാവശ്യമായിട്ട് എനർജി, ഇപ്പോൾ ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവുന്നു. അപ്പം ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് അനാവശ്യമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം എനർജി ലോസ് ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, നമുക്ക് എക്സസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അത് എനർജി ലോസുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇപ്പം വെള്ളം കോരുകയാണെങ്കിൽ കപ്പിക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് വലിക്കേണ്ടി വരുന്നു. നമ്മൾ ഓവറായിട്ട് എനർജി പ്രയോഗിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ എക്സസ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. മറ്റൊന്ന്,
ഫ്രിക്ഷൻ കോസസ് ലോസ് ഓഫ് സ്പീഡ്, അല്ലെങ്കിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നു. ഇപ്പം എയറിൻ്റെ ഫ്രിക്ഷൻ ആവാം, വാട്ടറിൻ്റെ ഫ്രിക്ഷൻ ആവാം. എയറിൽ കൂടിയും വാട്ടറിൽ കൂടിയും കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഫ്രിക്ഷൻ ഒരു തടസ്സമാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേഗത കുറയ്ക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അതേപോലെ വാട്ട് ആർ ദ മെത്തേഡ്സ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒന്നാമത്തെ മെത്തേഡ് ലൂബ്രിക്കേഷനാണ്. ലൂബ്രിക്കേഷൻ എന്ന് വെച്ചാൽ ഓയിൽ പോലെയുള്ള, ഗ്രീസ് പോലെയുള്ള വസ്തുക്കൾ ഈ കൂട്ടി ഉരസുന്ന സർഫസുകളുടെ ഇടയിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുക. അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലൂബ്രിക്കൻസ്. വാഹനങ്ങൾക്കാവാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ എണ്ണ ഒരു ലൂബ്രിക്കൻ്റാണ്, അല്ലെങ്കിൽ ഗ്രീസ് ഒരു ലൂബ്രിക്കൻ്റാണ്. വിച്ച് കോസസ് എ ലെയർ ഇൻ ബിറ്റ്വീൻ ദ സർഫസസ് വിച്ച് ആർ ഇൻ കോൺടാക്റ്റ്. അങ്ങനെ ഒരു പാളി ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സർഫസുകളെയും തമ്മിൽ കോൺടാക്റ്റിൽ വരുന്നത് തടയുകയാണ് ലൂബ്രിക്കൻറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ലൂബ്രിക്കേഷൻ എന്നുള്ള മെത്തേഡ് വഴി ഫ്രിക്ഷനെ ഒഴിവാക്കാം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വസ്തുക്കളുടെ സർഫസുകൾ മിനുസപ്പെടുത്തലുകളാണ്. പരുപരുത്ത സർഫസ് ആയതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ മിനുസപ്പെടുത്തിയാൽ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ മിനുസപ്പെടുത്തുന്ന ഒരു പരിധി വരെ മാത്രമേ മിനുസപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഓവറായിട്ട് മിനുസപ്പെടുത്തുകയാണെങ്കിൽ അത് കൂടുതൽ അഡ്ഹസീവ് ഫോഴ്സിനാണ് ഇടയാക്കുക. മറ്റൊരു മാർഗം, ഫ്രിക്ഷൻ ഒഴിവാക്കാനുള്ള മാർഗമാണ് ബോൾ ബെയറിങ്സ് അല്ലെങ്കിൽ റോളർ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. ബോൾ ബെയറിങ്സുകൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഒഴിവാക്കിയിട്ട് റോളിംഗ് ഫ്രിക്ഷൻ കൊണ്ടുവരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പികളിൽ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ വീലിലൊക്കെ, ടയറിൻ്റെ അവിടെയൊക്കെ പിന്നെ ബെയറിങ്ങുകൾ ഉണ്ടാവും, ചെറിയ മുത്തുമണികൾ പോലെയുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള ഭാഗം കറങ്ങുമ്പോൾ ഈ ബോൾസ് കറങ്ങുകയും അതോടൊപ്പം ഔട്ടർ സർഫസ് കറങ്ങുകയും ചെയ്യുന്നു. അപ്പം റോളിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഒഴിവാക്കാം. അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ബോൾ ബെയറിങ്സ് ഉപയോഗിക്കുന്നത് വഴിയുള്ള മെച്ചം. മറ്റൊന്ന് സ്ട്രീം ലൈനിങ് എന്ന് പറയും. വാഹനങ്ങളുടെയൊക്കെ മുൻവശം കൂർത്ത ആകൃതിയിലാക്കുക. ഇപ്പോൾ റോക്കറ്റിൻ്റെ മുൻവശം പോലെ, അല്ലെങ്കിൽ തോണിയുടെ മുൻവശം പോലെ എയറിനെയും വാട്ടറിനെയും ഒക്കെ തുളച്ച് കടന്നു പോകാനുള്ള രീതിയിലേക്ക് വാഹനങ്ങളുടെ മുൻവശം മാറ്റുന്നതിനാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയുക. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ ഓർ റെഡ്യൂസ് ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് ലൂബ്രിക്കേഷൻ, യൂസിങ് ബോൾ ബെയറിങ്സ്, സ്മൂത്തണിങ് ആൻഡ് സ്ട്രീം ലൈനിങ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് പറയുക. ആവശ്യമുള്ള ഒരു തിന്മയാണ്, നമുക്ക് ആവശ്യമാണ്. ഫ്രിക്ഷൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേസമയം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു നെസസറി ഈവിൾ എന്നാണ് ഇതിനെ ഫ്രിക്ഷനെക്കുറിച്ച് പറയുക. ഇനി നമുക്ക് ഫ്രിക്ഷനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാവാം. ഇതുവരെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ശരി.